നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. നമ്മുടെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് ആൾക്കാർ പല ചോദ്യങ്ങളും വരാറുണ്ട്. ഇലക്ട്രിക് വാഹനം എങ്ങനെയാണ്? നമ്മൾ ആദ്യകാലത്ത് പെട്രോൾ വണ്ടിയായിരുന്നു. പിന്നെ ഡീസൽ വണ്ടി വന്നപ്പോൾ പെട്രോൾ വണ്ടിക്കാർ പറയുമായിരുന്നു ഡീസൽ വണ്ടിക്ക് ഭയങ്കര വൈബ്രേഷനാണ്, സൗണ്ടാണ്, കുലുക്കമാണ് എന്നുള്ള രീതി, ഭയങ്കര സൗണ്ടൊക്കെയാണെന്ന് പറയും. ശരിയായിരുന്നു. പക്ഷേ ഡീസൽ വണ്ടി വന്നു, സ്പ്രിങ്ങൊക്കെ കയറ്റി വണ്ടിയൊക്കെ അത്യാവശ്യം അടിപൊളിയായി തുടങ്ങിയപ്പോൾ പിന്നെ ഡീസൽ വണ്ടിയുടെ കാലഘട്ടമായി. അത് കഴിഞ്ഞ് CNG വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ ഉമ്മാണ്. പക്ഷേ CNG വന്നു, അതും വിജയിച്ചു. അതുപോലെ ഇപ്പോൾ ഇലക്ട്രിക് വന്നു. ഇലക്ട്രിക് വണ്ടി വന്നപ്പോഴും ആൾക്കാർ പറയുമായിരുന്നു ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ഇലക്ട്രിക്കാണ്, ബാറ്ററി വലിയതാണ്, ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും. പക്ഷേ ഇതെല്ലാം കമ്പനി എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇറക്കി തുടങ്ങിയത്. നല്ല നല്ല കമ്പനികൾ വണ്ടിക്ക് മോട്ടറിനും പിന്നെ ബാറ്ററിക്ക് എല്ലാം വാറണ്ടി കൊടുക്കുന്നുണ്ട്, എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 വർഷത്തെ ബാറ്ററി 2 വർഷത്തെ വാറണ്ടിയാണ് ഒരു ബാറ്ററിക്ക് പറയുന്നതെങ്കിൽ പോലും വർഷാവർഷം നമുക്ക് ബാറ്ററിയുടെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ മോട്ടർ, അങ്ങനെ എല്ലാത്തിനും വണ്ടിക്ക് ഫുള്ള് ഓൾറെഡി ഒരു കമ്പനി വാറണ്ടി പറയുന്നുണ്ട്. 2 വർഷം അല്ലെങ്കിൽ അങ്ങനെ 5 വർഷം എന്നൊക്കെ വാറണ്ടി പറയുന്നുണ്ട്. അതുപോലെ 1.5 ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ വാറണ്ടി പറയുന്നുണ്ട് വണ്ടി. അതിൻ്റെ പേരിൽ നമുക്ക് സുരക്ഷിതമാണ്. കാരണം നമുക്ക് അത്യാവശ്യം ഓടി അത് മുതലാക്കാൻ പറ്റും. 2-3 വർഷം കൊണ്ട് ഓടി മുതലാക്കാൻ പറ്റും. പിന്നെ നമുക്കൊന്ന് പേടിക്കാനുള്ളത് ഇതിനകത്ത് ആകെ ബാറ്ററി, മെയിൻ ബാറ്ററി ഉണ്ട് വണ്ടി ഓടാൻ വേണ്ടി. പിന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിനും ലൈറ്റിനും വേണ്ടി കൊച്ചു ബാറ്ററി മിക്ക വണ്ടികളിലുണ്ട്. അതുപോലെ തന്നെ മോട്ടർ, പിന്നെ അതിൻ്റെ സർവീസ് ഇല്ല നമുക്ക് ഈ മറ്റു വണ്ടികളെ പോലെ, ഡീസൽ വണ്ടിയെ പോലെ, പെട്രോൾ വണ്ടിയെ പോലെയോ മെയിൻ്റെനൻസ് വരുന്നില്ല ഈ വണ്ടിക്ക്. നമ്മുടെ പെട്രോൾ വണ്ടി ആയാലും നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വരുന്നുണ്ട്. കട്ടയം മാറണം, പിന്ന് മാറണം, ബുഷ് മാറണം, ഓയിൽ മാറണം, മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയറിന് നല്ല രീതിയിൽ തേയ്മാനവും വരുന്നുണ്ട്. ഇലക്ട്രിക് വണ്ടിക്ക് അത്രയും പ്രശ്നമില്ല, ടയറിനും തേയ്മാനം കുറവ്. കാരണം വണ്ടിക്ക് വൈബ്രേഷൻ ഇല്ലല്ലോ. വൈബ്രേഷൻ വരുമ്പോഴാണല്ലോ റോഡിലേക്ക് ഇറങ്ങുന്ന വണ്ടികൾക്ക് കൂടുതലും തേയ്മാനം വരുന്നത്. അപ്പം അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഇലക്ട്രിക് വണ്ടികൾക്കില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഓയിലാണ്ട് വർഷത്തെ ഒരു വട്ടമാണ്ട് ഓയിൽ മാറിയാൽ മതി ആ മോട്ടറിനകത്ത്. അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. ചാർജിങ് കറക്റ്റ് സർവീസ് ഉണ്ട് അതിന്, മറ്റു വണ്ടികളെ പോലെ തന്നെ ബാറ്ററിയുടെ ചാർജ് നോക്കും, അതൊക്കെ നോക്കും. അത്യാവശ്യം അതിന് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഫ്രീ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞാൽ ലാഭം തന്നെയാണ്. നമ്മൾ ഒരു ഡീസൽ വണ്ടി നോർമൽ ഒരു ദിവസം 10, 350, 400 ഡീസൽ അല്ലെങ്കിൽ 300 ഡീസലെങ്കിലും അടിക്കുന്നു. പക്ഷേ ആ സ്ഥാനത്ത് ഇലക്ട്രിക് വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ കറണ്ടേ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ 100-120 രൂപയുടെ കറണ്ട് ആവുന്നുള്ളൂ. എന്നാലും ലാഭമാണ്, മനസ്സിലായില്ലേ? 100 രൂപയുടെ കറണ്ട് ആയെന്നാൽ പോലും നമുക്ക് 300 രൂപ നമുക്ക് ഓടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഡീസൽ അടിക്കുന്ന പൈസയായിട്ട് മാറ്റി വെച്ചാൽ പോലും 200 രൂപ വെച്ച് മാറ്റി വെച്ചാൽ പോലും ഒരു പക്ഷേ CC അടയ്ക്കാൻ പറ്റും. കുറച്ച് പൈസ കൊടുത്താൽ വണ്ടി CC ഇടുന്നതെങ്കിൽ, ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ CC ഇടുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം CC അടച്ച് പോകാൻ പറ്റും. പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡിലുള്ള ഇത് ഓടിക്കുന്നവർക്ക് ചോദിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത്യാവശ്യം യൂട്യൂബിലൊക്കെ കയറി നോക്കുക ഇലക്ട്രിക് വണ്ടിയുടെ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ. നല്ല കമ്പനിയുടെ വണ്ടി തന്നെ എടുക്കുക. കമ്പനിയുടെ ആകുമ്പോൾ കൃത്യമായിട്ടുള്ള വാറണ്ടി സർവീസും കാര്യങ്ങളും കിട്ടും. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു മോശമായ രീതിയിലുള്ള ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ കമ്പനിയെ ബാധിക്കും, നല്ല കമ്പനികളൊക്കെ ആകുമ്പോൾ. അപ്പോൾ അവരതിൻ്റെ പേര് കൃത്യമായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും. അപ്പം സ്റ്റാൻഡേർഡ് കമ്പനി തന്നെ തിരഞ്ഞെടുക്കുക. ലോക്കൽ കമ്പനികളും ചാത്തൻ കമ്പനികളൊന്നും എടുക്കാതിരിക്കുക. കാരണം അങ്ങനെ എടുത്ത് അബദ്ധം പറ്റി ഒത്തിരി പേര് ഞങ്ങളുടെ ചാനലിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കമ്പനി തന്നെ വണ്ടി ചൂസ് ചെയ്യുക. മൈലേജ്, അത്യാവശ്യം മൈലേജ് കൃത്യമായിട്ടും ചൂസ് ചെയ്യണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൗണ്ട് ഇല്ല, വൈബ്രേഷൻ കുറവാണ്. പിന്നെ മെറ്റൽ ബോഡി ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ചിലർക്ക് ഈ വണ്ടി പണിഞ്ഞിറക്കണം എന്നൊക്കെ തോന്നും. അപ്പം അത്യാവശ്യം ഇപ്പം മെറ്റൽ ബോഡിയൊക്കെ ഇറങ്ങുന്നതിൻ്റെ പേരിൽ വണ്ടി ഈ പണിഞ്ഞിറക്കാനും ബോഡി അടിച്ചിറക്കി തട്ടൊക്കെ അടിക്കാനും ഒക്കെ പറ്റും. മറ്റേ നേരത്തെ ഫൈബറൊക്കെ ആയിരുന്നു ഇറങ്ങുന്നത്, ഫൈബർ പോലെ സംഭവമായിരുന്നു. കാരണം അതിനകത്ത് നമുക്ക് വെൽഡിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇലക്ട്രിക് വെൽഡിങ് അടിക്കണമെങ്കിൽ പ്രത്യേകം കമ്പനിയുടെ പറഞ്ഞിട്ടൊക്കെ നമ്മുടെ ഇലക്ട്രിക് വാഹനം എടുക്കുമ്പോൾ വെൽഡിങ് തൊടാൻ പാടുള്ളൂ. കാരണം അതിനകത്ത് അതിൻ്റെ വയറോ പീസൊക്കെ ഊരിയിടണം. ഗ്യാസ് വെൽഡിങ് അടിക്കുന്നതിനും കുഴപ്പമില്ല, എന്നാലും അതൊക്കെ സേഫ്റ്റി നോക്കി വേണം പണിയാൻ, അല്ലെങ്കിൽ വാറണ്ടിയെ ബാധിക്കും. കമ്പനി അറിയിച്ചുകൊണ്ട് തന്നെ ചെയ്യുക നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നവർ. എന്ന് വെച്ചാൽ കമ്പനി അറിയാതെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വാറണ്ടി പീരീഡിൽ വാറണ്ടി നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും പറയും ഇത് വഴി കിടന്ന അങ്ങനെ ഇങ്ങനെ, അതൊന്നുമില്ല. നമ്മളിപ്പം ആദ്യം ഇലക്ട്രിക് വണ്ടി കുറച്ച് ഇറങ്ങുള്ളൂ. ഇപ്പം മൊത്തം ഇലക്ട്രിക് വണ്ടിയാണ് ഇറങ്ങുന്നത് കൂടുതലും. CNG ആയാലും പെട്രോൾ ഡീസലെല്ലാം ഒരുപാട് കുറഞ്ഞു. കാരണം പുകയുടെ വിഷയമാണ്, അറിയാലോ. പുക മലിനീകരണം ശരിയാണ്. വണ്ടികൾ ഇലക്ട്രിക്കിലേക്ക് തിരിക്കുന്നതാണ് നമ്മുടെ നാടിന് വരും തലമുറയ്ക്ക് നല്ലത്. കാരണം മാക്സിമം നമ്മുടെ അന്തരീക്ഷ മാലിന്യം കുറയ്ക്കുക. അതായത് പുകയുടെ പ്രശ്നം, കാർബൺ ഡയോക്സൈഡ് നമ്മുടെ വണ്ടിയുടെ തള്ളുന്നത്, അതിൻ്റെ അളവ് കുറച്ച് നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ നാടൊക്കെ സുരക്ഷിതമായിട്ട് നിർത്താൻ വേണ്ടി ഇനി ഇലക്ട്രിക് ഇറങ്ങിയേ പറ്റൂ, ഇലക്ട്രിക് വാഹനം ഇറങ്ങിയേ പറ്റൂ. അപ്പോൾ ഇലക്ട്രിക് വാഹനത്തിലേക്ക് ആൾക്കാർ ഇനി തിരിയത്തുള്ളൂ. കാരണം ഞങ്ങളുടെ ചാനലിൻ്റെ അവസ്ഥ വെച്ച് ഞാൻ കണ്ടിട്ട് എനിക്കറിയാം. കാരണം കൊടുക്കുന്നതല്ല ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത്. അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ട്. കമ്പനിയുടെ പേരുകളൊന്നും പറയുന്നില്ല. പിന്നെ എടുക്കുന്നത് മെറ്റൽ ബോഡി തന്നെ എടുക്കുക. മെറ്റൽ ബോഡി എടുത്തു കഴിഞ്ഞാൽ വണ്ടി പണിഞ്ഞിടാൻ പറ്റും കേട്ടോ. പണിഞ്ഞ് വൃത്തിയാക്കി ഇടാൻ കാണും. കാരണം ചിലർക്ക് വണ്ടി എടുക്കുമ്പോൾ ആഗ്രഹം കാണുമല്ലോ, നല്ലപോലെ ബോഡി വർക്കൊക്കെ ചെയ്ത്, ഡോറൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഇതുപോലെ തട്ടൊക്കെ അടിക്കണം. അങ്ങനെയൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ വെൽഡിങ്ങിൻ്റെ പണി കൂടുതലും വേണം. എന്നാലും മെറ്റൽ ബോഡിയിലേ പറ്റൂ. ഇരുമ്പിൻ്റെ ബോഡി വരുന്നതിനകത്ത് പറ്റൂ, ഫൈബർ ബോഡി പറ്റത്തില്ല. അപ്പോൾ ഇപ്പം മിക്ക കമ്പനികളും മെറ്റൽ ബോഡിയാണ് ഇറക്കി തുടങ്ങിയിരിക്കുന്നത്.
വണ്ടിക്ക് വെയിറ്റും കുറവാണ്, മൈലേജും കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല വലിവുണ്ട്, പിക്കപ്പ് എല്ലാം കറക്റ്റാണ്. ഈ ആൾക്കാരെ പറഞ്ഞ പോലെ ഏറ്റവും കയറത്തില്ലാന്നൊക്കെ ഒന്നുമില്ല. ഇതൊക്കെ ചുമ്മാതാണ്. നമ്മുടെ ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും കയറുന്നതിനേക്കാളും തേരിയൊക്കെ വലിച്ച് കയറുന്നുണ്ട് ഇലക്ട്രിക് വണ്ടി. സൗണ്ട് ഇല്ല, അനക്കമില്ല, ആവിയില്ല. നല്ല വണ്ടിയാണ് ഇലക്ട്രിക് വണ്ടി. പിന്നെ മൈലേജ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൈലേജ്. നമ്മൾ ആദ്യമൊക്കെ 150 മൈലേജൊക്കെ ഉള്ള വണ്ടി ഇറങ്ങി തുടങ്ങി. 150 മൈലേജ് പറയുമ്പോൾ 100 കിട്ടത്തുള്ളായിരുന്നു. പിന്നെ 200 മൈലേജ് ഇറങ്ങി, 250 ഇറങ്ങി, ഇപ്പം 300 ഇറങ്ങി. 300 കിലോമീറ്റർ മൈലേജ് കിട്ടി. പറയുന്ന 300 മൈലേജ് പറയുന്ന വണ്ടിയിൽ ഇറങ്ങി തുടങ്ങി കമ്പനികളുടെ, പല ബ്രാൻഡിൽ കമ്പനികൾ. അപ്പോൾ ആ 300 കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറയുമ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് 250 കിട്ടത്തുള്ളൂ. 50 കിലോമീറ്റർ കുറച്ചേ കിട്ടത്തുള്ളൂ. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഏറ്റവും കയറ്റവും കാട്ടും കുന്തവും ഒക്കെ പോകുമ്പോൾ 300 പറഞ്ഞാൽ 250 കിട്ടും. അപ്പം 350 മൈലേജ് പറയുന്ന വണ്ടി എടുത്ത് ഞാൻ 300 കിട്ടും. നമുക്ക് 300 കിട്ടണം. അപ്പോൾ മൈലേജ് കൂടുതലുള്ള വണ്ടിയിൽ എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് ഇപ്പോൾ ഇറങ്ങിയേ പറ്റൂ, വണ്ടി ഫീൽഡിൽ ഇറങ്ങിയേ പറ്റൂ, ജീവിക്കണം, പ്രാരാബ്ദമോ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി, ഡീസൽ വണ്ടിയോ പെട്രോൾ വണ്ടി നോക്കേണ്ട ഡീസൽ വണ്ടിയാണ് കൊണ്ടിറങ്ങുക തൽക്കാലം. എന്നിട്ട് പതുക്കെ പൈസയൊക്കെ ആയിട്ട് ഇലക്ട്രിക് വണ്ടി എടുത്താൽ മതി. പിന്നെ റെഡി കാശിന് ആരും എടുക്കത്തില്ല, ഫിനാൻസ് ഇട്ട് എടുക്കുന്നത്. ഫിനാൻസ് ഇട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാമല്ലോ, അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഫിനാൻസ് ഇട്ട് എടുക്കുമ്പോൾ വണ്ടി കുറേ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്, വലിയ അബദ്ധത്തിൽ ചാടരുത്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഡ്രൈവർ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. 23 വർഷം 25 വർഷമാകാൻ പോകുന്നു ഡ്രൈവർ മേഖലയിൽ. അപ്പം ഡ്രൈവറാണ്. അപ്പം ഡ്രൈവറുടെ ചാനലാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യണം വേണ്ട എന്നുള്ളതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.